പ്രിയ സ്നേഹിതരെ, ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലൂടെ തന്നെയായിരിക്കാം നാം ചലിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മുന്നോട്ടുള്ള ഓരോ പടവുകളും അവിടെ നിന്ന് ശുഭകരമാക്കുന്നുമുണ്ടാകാം. പക്ഷെ അതിൽ അന്ധമായി ആശ്വസിക്കാൻ വരട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളപ്പോൾ പ്രലോഭനങ്ങൾ ഒഴിഞ്ഞു പോകുമെന്ന് വിചാരിക്കരുത്. അവിടുത്തെ പ്രീതിയിൽ ജീവിച്ചാൽ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകില്ലെന്നും കരുതരുത്. സത്യം മറിച്ച എല്ലാം ശുഭകരമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് വീണു പോകുവാൻ ഏറെക്കുറെ കൂടുതൽ സാധ്യതയുള്ളത്. പ്രതീക്ഷിക്കാത്ത നേരത്ത് ജീവിതത്തിൽ പ്രവേശിക്കുന്ന അപരിചിതൻ്റെ പേരാണ് പ്രലോഭകൻ. ടെംപ്റ്റേഷൻ ഓഫൻ കംസ് വെൻ വി ലീസ്റ്റ് എക്സ്പെക്റ്റ് ഇറ്റ്. ഉൽപ്പത്തി 39 അധ്യായത്തിലെ ജോസഫിനെ ഒന്ന് ധ്യാനിക്കുക. പൊത്തിഫറിൻ്റെ വിശ്വസ്തദാസൻ, ഇസ്മയേൽ ഗോത്രക്കാരിൽ നിന്നും വിലക്ക് വാങ്ങിയ അടിമ. ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അന്യദേശത്തും അവൻ ശ്രേയസ്സോടെ ജീവിച്ചു. അവൻ പൊത്തിഫറിൻ്റെ പ്രീതിക്ക് പ്രാപ്തമാകുന്നു. തൻ്റെ വീടിൻ്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിൻ്റെയും ചുമതലയും യജമാനൻ ജോസഫിനെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ എല്ലാം ശുഭകരമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് അവൻ്റെ കഥയിലേക്കൊരു കഥാപാത്രം പെട്ടെന്ന് കടന്നു വരുന്നത്. പേര് നമുക്കറിഞ്ഞുകൂടാ. പൊത്തിഫറിൻ്റെ ഭാര്യ. അവൾക്ക് അവനിൽ അഭിലാഷം തോന്നുന്നു. പ്രലോഭനത്തെ നേരിട്ട് വിജയിച്ചിട്ടും അവൻ തെറ്റിദ്ധരിക്കപ്പെടുന്നു, ശിക്ഷാവിധി ഏറ്റുവാങ്ങുന്നു, പിന്നെ തടവിലേക്ക് പോകുന്നു. എല്ലാ ചെറുപ്പക്കാർക്കുമുള്ള ഗ്രഹപാഠം തന്നെയാണ് ജോസഫ്. നിങ്ങളൊരു പക്ഷേ ശുഭകരമായ വഴിയിലൂടെയാകാൻ പോകുന്നത്. പരീക്ഷയ്ക്ക് ടോപ്പ് സ്കോർ ആകാം. ക്രിക്കറ്റ് ടീമിൽ സെലക്ട് ചെയ്യപ്പെട്ടേക്കാം. പുതിയൊരു കാർ ലഭിച്ചിട്ടുണ്ടാകാം. ജോബ് ഇൻ്റർവ്യൂ പാസ്സായിട്ടുണ്ടാകാം. നീ പ്രപ്പോസ് ചെയ്തവൾ നിനക്ക് സമ്മതം മൂളിയിട്ടുണ്ടാകാം. നിൻ്റെ പോസ്റ്റിന് മില്യൺസ് വ്യൂസ് ഉണ്ടായിട്ടുണ്ടാകാം. അങ്ങനെ നാം ആഗ്രഹിക്കുന്നതൊക്കെ തടസ്സമില്ലാതെ നടക്കുന്നുണ്ടാകാം. എന്നാൽ അബദ്ധമായി ആഹ്ലാദിക്കാൻ വരട്ടെ. ഇന്നത്തെ വിജയം നാളത്തെ പ്രലോഭനമാണെന്നേ. വിജയത്തിൻ്റെ ലഹരിയിൽ നാം മതിമയങ്ങി നിൽക്കുമ്പോൾ പ്രലോഭനങ്ങളുടെ പ്രതിരോധിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്താൻ വൈകും. നിന്നെ തകർക്കാൻ ഒരാൾ, പേരറിയാത്തൊരാൾ, പൊത്തിഫറിൻ്റെ ഭാര്യയെപ്പോലൊരാൾ ഏതു നിമിഷവും കടന്നു വരാം. സൂക്ഷിച്ചു കൊള്ളുക. ജാഗ്രത വേണം. സൂക്ഷ്മതയോടെ മുന്നോട്ട് പോവുക. ആമേൻ.